ഞാൻ എപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടോ അന്നെല്ലാം സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു അധ്യാപനക്കാട്ടി കൂടുതൽ നമുക്ക് ഒരുപാട് ബലമായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ്. ചില അമ്മ കഷ്ടപ്പെട്ട് അച്ഛനിലൂടെയാണ്, ഇവനാണെങ്കിൽ അച്ഛനും അമ്മയില്ല, അമ്മുമ്മ വളർത്തി വന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. പരിശ്രമിച്ചാൽ നേടിയെടുക്കാം എന്നതിന്റെ വലിയൊരു തെളിവാണ് ഇവർ രണ്ടുപേരും. എന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രതിഭണ്ണനോടാണ്, പിന്നെ എന്റെ അച്ഛനോടും. കാരണം എന്റെ അമ്മ 7-ാം വയസ്സിൽ മരണപ്പെട്ടതാ. അത് എനിക്കൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കൊല്ലം ജില്ലയുടെ LGSലും LDSലും മാർക്ക് അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനം വന്നു എന്ന് പറയുമ്പോൾ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന റിസൾട്ടാണ് എൻ്റെ സന്തോഷം. നമ്മുടെ കേരളത്തിനാകെ അഭിമാനമായ രണ്ടുപേരാണ്. അതായത് ഒരാൾ LGSലും ഒരാൾ LDSലും മാർക്ക് അടിസ്ഥാനത്തിൽ 1-ാം റാങ്ക് നേടിയ രണ്ട് അഭിമാന താരങ്ങളാണ്. എല്ലാവർക്കും ജോലി നേടണമെന്നൊന്നുമില്ല, പക്ഷെ ആഗ്രഹിച്ച് ഈ പാതയിലോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും. സാറേ, ഇത് പ്രതീക്ഷിച്ചായിരുന്നു ഇത് ഇവർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാം. കാരണം ഇവർ പരീക്ഷ എഴുതിയ സമയത്തെ തന്നെ മാർക്കിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അന്ന് തന്നെ അവരടുത്ത് പറഞ്ഞായിരുന്നു, തീർച്ചയായിട്ടും നല്ല റാങ്ക് കിട്ടും. അല്ല, ഒന്ന് കിട്ടുമെന്നൊന്നും പറയില്ല, നമ്മൾ പൊതുവെ ഏറ്റവും നല്ല റാങ്ക് കിട്ടും എന്ന്. അപ്പം നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കിട്ടണം, പരിശ്രമിച്ചാൽ കിട്ടിയിരിക്കും. അതിനുള്ള തെളിവുകളല്ലേ ഈ റിസൾട്ടുകളും. ഈ ജോലി കയറുന്ന ഓരോരുത്തരോടും ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുഖത്തല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാറിനെ എല്ലാവരും ഓർക്കും, പ്രദീപ് മുഖത്തല സാറ്. സാറിൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യരാണിത്. ഒന്ന് ആനന്ദും അർജുനും. രണ്ടുപേരും നമ്മുടെ ജില്ലയ്ക്ക് തന്നെ, നമ്മുടെ കേരളത്തിനാകെ അഭിമാനമായ 2 പേരാണ്. അതായത് ഒരാൾ LGSലും ഒരാൾ LDSലും മാർക്ക് അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിൽ 1-ാം റാങ്ക് നേടിയ 2 അഭിമാന താരങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ചതിനേക്കായി നല്ലത് അവർ തിരിച്ചു തരുന്ന റിസൾട്ട് കേൾക്കുമ്പോഴാണ്. അത് ഏറ്റവും നല്ല റിസൾട്ട് വന്നപ്പോൾ അതിനേക്കായി സന്തോഷം. ഡിഗ്രിയും PG ഒന്നും പഠിച്ചവരൊന്നുമല്ല. അവരൊക്കെ ഒരാൾ പോളിടെക്നിക്ക്, ഒരാൾ IT ആണ്. അതുവരെ പഠിച്ചിട്ടാണ് ഇവർ വലിയ നേട്ടം സ്വന്തമാക്കിയത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. പരിശ്രമിച്ചാൽ നേടിയെടുക്കാം എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇവർ രണ്ടുപേരും. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരു കാലഘട്ടം, നമ്മൾ ഏറ്റവും മോശമായിട്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് നമ്മളെ കൂടെ നിർത്തിയ സാറാണ്. ഞാൻ എപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടോ അന്നെല്ലാം സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അധ്യാപനക്കാട്ടി കൂടുതൽ നമുക്ക് ഒരുപാട് ബലമായിരുന്നു. നമ്മുടെ എല്ലാ സമയത്തും, ഏറ്റവും മോശ സമയത്തും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് അറിയത്തില്ല, അത്രയും നന്ദിയുണ്ട്. സാറിൻ്റെ അവിടെ നിന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു നല്ല ജോലി എന്തായാലും കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. അത്ര രീതിയിൽ നമ്മൾ സാറ് തന്ന നോട്ടുകൾ പഠിച്ച് അതെല്ലാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ലിസ്റ്റ് വരുമോ എന്നുള്ളതിന് ഡൗട്ടില്ല, എത്രാമത്തെ ആയിരിക്കും എന്നുള്ളത് മാത്രമുള്ള ഡൗട്ട്. അപ്പം അണ്ണൻ പറഞ്ഞു എന്തായാലും ആദ്യത്തെ തന്നെ കാണും എന്നൊക്കെ എല്ലാം ബലം തന്ന് അതിലൊക്കെ ഒരുപാട് ഹാപ്പി. ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 85 പിള്ളേരുള്ളതിനകത്ത് 84-ാമത്തെ റാങ്ക്. ഏറ്റവും മോശമായിട്ടൊരു ഘട്ടമായിരുന്നു. അതായിരുന്നു. 5-ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ഇച്ചിരി മാറ്റം വന്നത്. സ്കൂളിൽ പോകത്തില്ല. ഞങ്ങളുടെ അധ്യാപകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാട്ടി കൂടുതൽ അച്ഛനാണ് സ്കൂളിൽ വന്നിട്ടുണ്ടെന്നുള്ള സാഹചര്യം വരെ പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിക്കൊണ്ട്. പക്ഷെ ഇന്ന് നമുക്കതൊരു സന്തോഷമാണ്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന സമയത്ത് പ്രദീപ് സാറ് പറഞ്ഞു, നിങ്ങൾ പേനയും ബുക്കൊന്നും ഉപയോഗിക്കരുത്, എഴുതിയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഇവിടുന്ന് എന്താണോ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷേ ഇവിടെ വെച്ച് നിങ്ങൾ പേനയും പേപ്പറും ഉപയോഗിക്കരുത്. അന്ന് പഠിപ്പിച്ച ആ ഒരു കാര്യം എനിക്കൊന്ന് മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പഠനത്തിൻ്റെ. ആ സാർ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ധാരണയൊക്കെ വന്നതിന് ഒരു അടിത്തറ ആ ദിവസമാണ്. അന്ന് സാറിനെ എന്നെ പരിചയമില്ല, എനിക്ക് സാറിനെ അത്രയും പരിചയമില്ല. പിന്നീടാണ് സാറിൻ്റെ ഇവിടെ വന്ന് വരുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പഠിക്കണമെന്നാണ് കൂടുതൽ ആഗ്രഹം. ജോലി സമയത്തായാലും എന്ത് സപ്പോർട്ടിനായാലും പ്രതികരണം നമ്മളെ കൂടെ ഉണ്ട്. VO എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി ഞാൻ തിരിച്ച് മാതൃവകുപ്പായ മൃഗസംരക്ഷണ വകുപ്പിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം LDയിൽ കയറി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 10ഓളം ലിസ്റ്റിൽ നല്ല റാങ്കിനകത്ത് കിട്ടാൻ കഴിഞ്ഞു. അതിനെല്ലാം പ്രധാന പങ്ക് എൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രതിഭണ്ണനോടാണ്, പിന്നെ എൻ്റെ അച്ഛനോടും. കാരണം എൻ്റെ അമ്മ 7-ാം വയസ്സിൽ മരണപ്പെട്ടതാണ്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളിവിടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് അച്ഛനുണ്ട്. പിന്നെ കൂടെയുള്ള ചേട്ടനുണ്ട്, കുറേ ബന്ധുക്കളുണ്ട്. നമ്മളെ സഹായിച്ച എല്ലാവരോടും നന്ദി. ഇതിനെല്ലാം കാരണക്കാരനായ മനുഷ്യനാണ്. നിലവിൽ പോലീസിൽ വർക്ക് ചെയ്യാണ്. KP3 ബറ്റാലിയനിൽ ട്രെയിനിങ്ങിലാണ്, 6 മാസം ട്രെയിനിങ്ങാണ്. അപ്പം ഞാൻ അങ്ങനെ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇതിനു വേണ്ടി പഠനം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം വേറെ സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ല, നമുക്ക് PSC മാത്രമേ ഉള്ളൂ. അപ്പം PSCയിലോട്ട് ഇറങ്ങി തിരിച്ച് സുഹൃത്തുക്കളുടെയും അണ്ണന്മാരുടെയും കൂടെ പഠനം തുടങ്ങിയാണ്. അങ്ങനെ ജസ്റ്റ് തുടങ്ങി. ഞാൻ ആദ്യം എഴുതിയ പരീക്ഷയാണ് LGSന്റെ മെയിൻസ്. അതിലെനിക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ സാധിച്ചു. 502-ാമത്തെ റാങ്കായിരുന്നു കൊല്ലം ജില്ലയിൽ. പിന്നെ പോലീസിന് വേണ്ടിയാണ് അടുത്തത് പഠിച്ചത്. പോലീസിന് വേണ്ടി പഠിച്ച് 530/2019 ലിസ്റ്റ് വലിയ വിവാദമായ ലിസ്റ്റായിരുന്നു. അങ്ങനെ അതിൽ SIPയിൽ 637-ാമത്തെ റാങ്ക് വന്നു. അത് വന്നപ്പോൾ തന്നെ കിട്ടുമെന്നൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം അതിന് മുന്നേ ഉള്ള SIPയിലെ നിയമനം വെച്ച് കിട്ടാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ, അന്ന് നിർഭാഗ്യവശാൽ ഇന്ന് ഭാഗ്യവശാൽ. കാരണം അത് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പഠിക്കത്തില്ലായിരുന്നു, അത് അവിടെ ആയിപ്പോയത്. അപ്പം അന്ന് എനിക്ക് ഒരു വേക്കൻസിക്കായിരുന്നു പോയത്.
എൻ്റെ റാങ്ക് 637 ആയിരുന്നു. 636 OC വരെ എടുത്ത്. ഒരെണ്ണോടെ വന്നായിരുന്നു ഞാനായിരുന്നു എടുക്കേണ്ടിരുന്നത്. എനിക്ക് കിട്ടിയില്ല. അപ്പം ഇത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പഠനമെല്ലാം നിർത്തിയായിരുന്നു. അപ്പോൾ അത് ഉപേക്ഷിച്ച് നിർത്തി. ഇത് കിട്ടും, ഇതായിരുന്നു കരിയർ എന്ന് പറഞ്ഞ് നിർത്തി. പക്ഷെ ഇത് കിട്ടില്ല. അങ്ങനെ അണ്ണൻ്റെ ക്ലാസ്സുകളിൽ പിന്നെ ചേർന്ന്. ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അണ്ണൻ്റെ കൂടെ പഠിച്ചത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് അണ്ണൻ തരുന്ന ടോപ്പിക്കുകൾ പഠിച്ച് അടുത്ത പോലീസിൽ തൊട്ടടുത്ത ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പോലീസിൽ 537/2022 ആ പോലീസിൽ 164ാമത്തെ റാങ്കായിരുന്നു. അതിൽ അഡ്വൈസ് വന്ന് ജനുവരിയിൽ ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ അത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാരണം മറ്റേ നേരത്തോളം പോയത് ഞാൻ ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കൈ വരാതെ. അപ്പം അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെയും പഠിത്തം കണ്ടിന്യൂ ചെയ്തു, നിർത്തിയില്ല. അപ്പോൾ അങ്ങനെയാണ് LGSനും LDക്കും. എൻ്റെ ആഗ്രഹം LD തന്നെയായിരുന്നു. അപ്പോൾ LDക്ക് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത് പഠിച്ചത്. 1 കൊല്ലത്തോളം നല്ലോണം കഷ്ടപ്പെട്ട്. ഇപ്പം ചുമ്മാ പഠിക്കുന്നവരുണ്ട്, അത് കിട്ടിയേ പറ്റത്തുള്ളൂ, കിട്ടിയില്ല വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ പഠിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരായിരിക്കും ഉറപ്പായിട്ടും, അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഏറ്റവും നല്ല ക്രെഡിറ്റ് രണ്ടുപേർക്കും തന്നെയാണ്. കാരണം അത്രമാത്രം അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ്. അല്ലാതൊന്നും ഞാനൊരു മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവർ തളർന്നു പോകുമ്പോഴായാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പക്ഷേ എപ്പോഴും ഒരു അധ്യാപകന് 40% പറ്റും, ബാക്കി 60% അവരുടെ മനസ്സും അവരുടെ അതിലേക്കുള്ള തയ്യാറെടുപ്പുമാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് നമുക്കറിയാവുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ്. ഇവൻ്റെയും പറഞ്ഞില്ലേ, കൊച്ചിലെ അമ്മ നഷ്ടപ്പെട്ട് അച്ഛനിലൂടെയാണ്. ഇവനാണെങ്കിൽ അച്ഛനും അമ്മയില്ല, അമ്മുമ്മ വളർത്തി വന്നതാണ്. അപ്പോൾ അവനും ഒരു അവൻ്റെ ചേട്ടനും ഉണ്ട്. ചേട്ടൻ പോലീസിൽ ഇതുപോലെ പഠിച്ചു കയറി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട്, ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് ആഗ്രഹം ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവർ ആ പദവിയിലേക്ക് ആ വാശി ഉണ്ടായതുകൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ ഇവർക്ക് അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്ന് പറയും. ഇവനും പോളിടെക്നിക്ക് കഴിഞ്ഞ് അല്ലേ, ഇവനും IT കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ PSC കിട്ടുന്നത്, B.Ed ഒക്കെ എടുത്ത് അല്ലെങ്കിൽ PG എടുത്തവർ. ഇവരുടെയൊക്കെ ആ +2 കഴിഞ്ഞ് IT കഴിഞ്ഞ് ഉടനെ PSCക്ക് ഇറങ്ങി, എന്നിട്ട് 1ാം റാങ്ക് കിട്ടിയില്ലേ. അപ്പം വേറെ ചിന്തിക്കാതിരിക്കുക. ചിലരുടെയൊക്കെ വിചാരമുണ്ട് വലുതായിട്ട് പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ, ഡിഗ്രിക്ക് പോകണോ അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ ഇവർ ആ വിഷയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അത്ര ആത്മാർത്ഥത കാണിച്ചു, അതുകൊണ്ട് അർഹതപ്പെട്ടത് കൊടുത്തു. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം പഠിക്കുന്ന നാൾ തൊട്ടേ ഇവർ പൂർണ്ണമായി നല്ല ഡെഡിക്കേഷനാണ്. കാരണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ആനന്ദിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കേരളോത്സവം 3 വർഷം കൊണ്ട് കേരളത്തിൽ 1ാം സ്ഥാനമാണ് ക്വിസ് പ്രോഗ്രാമിൽ. ആനന്ദിന്റെ വീട്ടിൽ ചെന്നാൽ ട്രോഫികളുടെ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് തന്നെ കാണാൻ. ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. മനസ്സ് മടിക്കുമ്പോഴോ വിഷമം വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എപ്പോഴും ഞാൻ ഇവരോട് പറയും, മെസ്സേജ് ഇട്ട് ചെറിയൊരു വാക്കിലൂടെ ചിലപ്പോൾ അതങ്ങ് മാറും. നിങ്ങൾ അതുകൊണ്ട് എന്ത് വന്നാലും ക്ലാസ്സിലായാലും ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അതിൽ വിഷമിക്കരുത്. നിങ്ങൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലേക്കായി ഒരു അണ്ണനായിട്ട് കണ്ട് എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇടുക, നമുക്കങ്ങ് മാറും. ചിലവർക്ക് ഈ ഒറ്റപ്പെട്ട് കഴിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരില്ലാതെ കഴിയുമ്പോൾ ആരോട് പറയും എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയുക, എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ ക്ലാസ്സിൽ ചെന്നാൽ ഞാൻ കൃത്യ അധ്യാപകനായിരിക്കും. തരുന്ന ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിക്കണം, പിറ്റേ ദിവസം ടെസ്റ്റ് പേപ്പർ ഇടും, അതിൽ ഇത്ര മാർക്ക് നേടണം. അത് നിങ്ങളെ വാശി ഉണ്ടാക്കാനാണ്. ആ വാശി എന്ന് പറഞ്ഞാൽ അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കും, പിന്നെ അവരങ്ങ് പഠിച്ചു പോകും. അതെ, അല്ലാതെ ഞാൻ വലിയ അധ്യാപകനാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കും. എല്ലാവർക്കും ജോലി നേടണമെന്നൊന്നുമില്ല, പക്ഷെ ആഗ്രഹിച്ച് ഈ പാതയിലോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് എനിക്കൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കൊല്ലം ജില്ലയുടെ LGSലും LDSലും മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം വന്നു എന്ന് പറയുമ്പം അധ്യാപകനാണല്ലോ സന്തോഷം കിട്ടുന്നത്. അതിനേക്കായി വലിയൊരു സന്തോഷം ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന റിസൾട്ടാണ് എൻ്റെ സന്തോഷം.